ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മക്കൾക്ക് സ്കൂളുള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ എഴുന്നേറ്റപ്പോൾ നല്ല മനോഹരമായ പ്രഭാതം. അപ്പോൾ നിങ്ങൾക്കും കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സ്കൂളിൽ പോകുന്ന വരെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ബിസിയാണ്. ഓടടാ ഓട്ടാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. ഞാൻ രാവിലെ അവരെ സ്കൂളിൽ കൊണ്ടുവന്നാക്കും. കാരണം രാവിലെ അവിടെ സ്കൂളിൻ്റെ പരിസരത്ത് ഭയങ്കര തിരക്കായിരിക്കും. ലൈൻ ബസ്സും സ്കൂൾ ബസ്സും ഒക്കെ ആയിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ അവരെ കൊണ്ടുവന്നാക്കും. കൊണ്ടുവന്നാക്കി വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ആകെ ഒരു ശാന്തതയാണ് കേട്ടോ. കാരണം പോകുന്ന സമയത്ത് ബഹളം, ബാഗ് എടുക്കുന്നു, ബുക്ക് എടുക്കുന്നു, ചോറും പാത്രം എടുക്കുന്നു, ചെരുപ്പിടുന്നു, ഷൂ ഇടുന്നു, ആകെ ഒരു ബഹളമല്ലേ. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരനക്കവും ഇല്ല. അപ്പോൾ എൻ്റെ ഒരു ഒറ്റപ്പെടൽ മാറ്റാനുള്ള മാർഗ്ഗം എന്ന് പറയുന്നത് ടി വി വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ന്യൂസ് കേൾക്കും. ഞാൻ ദുബായിലായിരുന്ന സമയത്ത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് ഞാനും വിജയണ്ണും ന്യൂസ് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ നല്ല അപ്ഡേറ്റഡ് ആയിരുന്നു. നാട്ടിൽ എന്താ നടക്കുന്നത്, എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്നൊക്കെ. ഇപ്പം നാട്ടിൽ വന്നപ്പോൾ ഞാൻ ന്യൂസും കാണാറില്ല. എനിക്കൊന്നും അറിവില്ല കേട്ടോ. അപ്പോൾ മക്കൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിച്ചണൊക്കെ ഇങ്ങനെയാണ്. മാക്സിമം എല്ലാ പാത്രങ്ങളും എല്ലാം അവിടെ വലിച്ച് വാരി ഇട്ടിട്ടുണ്ടാവും. പക്ഷേ ഞാൻ അതൊന്നും ഇപ്പം മൈൻഡ് ചെയ്യില്ല. കാരണം രാവിലെ അവരെ കൊണ്ടുവന്നാക്കി കഴിഞ്ഞ് വന്നാൽ ആദ്യത്തെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഇനി ബാക്കി കാര്യങ്ങൾ കേട്ടോ. ജോലി കഴിഞ്ഞിട്ട് രാവിലെ ഭക്ഷണം കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴിയുമ്പോൾ ഒന്നായിട്ട് ഞാനിങ്ങനെ നിൽക്കും. പിന്നെ ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ എൻ്റെ എല്ലാ പണികളും കഴിഞ്ഞ് വന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിയുമ്പോഴേക്കും സമയം ഒരു 11:30 ആവും. പിന്നെ അപ്പോൾ ലഞ്ച് വൈകും. പിന്നെ മക്കൾ വന്നിട്ടുണ്ടെങ്കിൽ അവരുടെ കൂടെ ചായ കുടിക്കാനായിട്ട് എനിക്ക് പറ്റില്ല. ആകപ്പാടെ മക്കൾക്ക് സ്കൂളുള്ള ദിവസം ഒരു ഈവനിങ് ടീയും വൈകുന്നേരത്തെ ഭക്ഷണമാണ് ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനായാലും അധികം വൈകാതെ തന്നെ അവരെ കൊണ്ടുവന്നാക്കി കഴിഞ്ഞ് വന്ന ആദ്യത്തെ പരിപാടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലാണ് ട്ടോ. അപ്പം ഞാൻ ന്യൂസും കേട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. സാധാരണ ഞാൻ മക്കള് ടിവി കണ്ടിട്ടായാലും ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാറില്ല. പക്ഷേ എനിക്ക് പിന്നെ വേറെ ടൈമില്ല അത് കേൾക്കാനായിട്ട്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ലേ. പിന്നെ നമ്മള് പിന്നെ നമ്മളുണ്ടാക്കിയതായതുകൊണ്ട് എനിക്കറിയാം എന്താ ഉണ്ടാക്കിയതെന്നും കഴിക്കണേന്നും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ന്യൂസ് കേട്ടിരുന്ന് കഴിക്കുന്നത് കേട്ടോ. എനിക്ക് അമ്മമാരോട് പറയാനുള്ളതെന്ന് വെച്ചാല്, നമ്മള് അമ്മമാര് നമ്മുടെ മക്കൾക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും, പാക്ക് ചെയ്യും. ഭക്ഷണം കഴിക്കണം, വയറ് നിറച്ച് കഴിക്കണം എന്നൊക്കെ നമ്മൾ ഭർത്താക്കന്മാരോടും നമ്മളുടെ മക്കളോടും പറയും. തിരിച്ച് വരുമ്പഴും നമ്മൾ ചോദിക്കും. പലപ്പോഴും നമ്മള് ഭക്ഷണം കഴിക്കാനായിട്ട് നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ വിട്ടുപോകും. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ച് ആണെങ്കിലും അതാത് സമയത്ത് കഴിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് കേട്ടോ. കാരണം ജോലിക്ക് പോകുന്നവരും പഠിക്കാൻ പോകുന്നവരായിട്ട് അവരുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഹെൽത്തും നമ്മളുടെ ഉത്തരവാദിത്തം തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് തന്നെ ചെയ്യണം ട്ടോ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എൻ്റെ പണികൾ ആരംഭിക്കായി. അപ്പോൾ ആദ്യത്തെ പണി കിച്ചണിൽ നിന്ന് ആരംഭിക്കും ട്ടോ. കാരണം ഈ കിടക്കുന്ന പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി കിച്ചൺ ക്ലീൻ ചെയ്തിട്ടാണ് ഞാൻ അടുത്ത പരിപാടിക്ക് നിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ അടുത്ത കാര്യങ്ങളെല്ലാം ചെയ്ത് വന്ന് കിച്ചണിലേക്ക് എത്തുമ്പോൾ ഇത്രയും പാത്രങ്ങൾ കിടക്കുന്നത് കാണുമ്പോൾ പിന്നെ എനിക്ക് എൻ്റെ എല്ലാ ശേഷിയും പോവും. അപ്പോൾ അതുകൊണ്ട് ആദ്യത്തെ പണി എന്ന് പറയുന്നത് കിച്ചൺ ക്ലീൻ ചെയ്യലാണ് ട്ടോ. അപ്പോൾ രാവിലെ ഇന്ന് നമുക്ക് ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് കറിയായിരുന്നു. അപ്പോൾ മക്കൾക്ക് സ്കൂളിലേക്ക് നാളെ ചപ്പാത്തിയും കറിയും തന്നെ മതി. ഞങ്ങൾക്ക് വേറെ ചോറും കറിയൊന്നും വേണ്ടാന്ന് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് അതാണ് സ്കൂളിലേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ബാക്കി കറി ഞാനുള്ളത് ഫ്രിഡ്ജിലെടുത്ത് വെക്കാനായിട്ട് പാത്രത്തിലാക്കി വെക്കാണ് ട്ടോ. അപ്പോൾ കുക്കറീന്ന് നല്ല വടിച്ചെടുത്തിട്ടാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. കാരണം ഈ ഭക്ഷണം വേസ്റ്റാക്കുന്ന കഥകളൊക്കെ പറയുമ്പോൾ ദുഃഖം പറയുന്ന ചേച്ചിമാരെയൊക്കെ ഞാൻ കാണാറുണ്ട് യൂട്യൂബിലൊക്കെ. അപ്പോൾ ഞാനും വിചാരിക്കാറുണ്ട് ഞാനും അങ്ങനെയാവണം. ഫുഡൊന്നും വേസ്റ്റ് ചെയ്യാൻ പാടില്ലാന്നൊക്കെ. എനിക്കങ്ങനെ എപ്പോഴും പറ്റാറൊന്നുമില്ല. എന്നാലും അങ്ങനെ ആവണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നമ്മള് കറി ഫ്രിഡ്ജിൽ വെക്കുകയാണ്. കാരണം രാത്രി ഇനി നമുക്ക് വെള്ളയപ്പമാണ്. അപ്പോൾ വെള്ളയപ്പത്തിന് ഇന്ന് ആ കറി മതി. അപ്പോൾ വാർത്തയൊക്കെ കാണല് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർത്ത പിന്നെ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലോ. ഇനി എനിക്ക് അവിടെ വാർത്ത കണ്ടിരിക്കാനുള്ള സമയമൊന്നുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ആം, അവിടെ നിന്ന് നീങ്ങി അടുത്തടുത്ത പണികളൊക്കെ ആയിട്ട് പോകും. അപ്പോൾ ഞാൻ നല്ല ഉറക്കെ എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ വെക്കും. അപ്പോൾ പാട്ടൊക്കെ കേട്ടിട്ടാണ് പിന്നെയുള്ള പണികൾ. അപ്പോൾ ഞാൻ സിങ്കിൻ്റെ അടുത്ത് ഇങ്ങനെ വേസ്റ്റിൻ്റെ പാത്രം വെച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ പ്ലേറ്റുകളിലുള്ള വേസ്റ്റൊക്കെ ഞാൻ അതിൽ വെക്കും. അത് കഴിഞ്ഞ് അത് ഞാൻ ലാസ്റ്റേ കൊണ്ട് വേസ്റ്റിലിടുള്ളൂ കേട്ടോ, ബക്കറ്റിലിടുള്ളൂ. അപ്പോൾ അതുവരെയുള്ള എല്ലാ പാത്രങ്ങളും എല്ലാം ഒന്ന് ആദ്യം വെള്ളം നനച്ച് അങ്ങോട്ട് നീക്കി വെക്കും. എന്നിട്ടാണ് ഇനി സോപ്പിടലും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പുറത്തോട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്താണ് ആ കാഴ്ച എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ പറയാം. അപ്പോൾ അങ്ങനെ പാത്രം കഴുകലൊക്കെ തകൃതി പിടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഒരു 8:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഒന്ന് ഇരുന്ന് വരണമെങ്കിൽ സമയം എത്രയാവും എന്നുള്ളത് ഞാൻ പറയാം. പലപ്പോഴും ജോലിക്ക് പോകുന്നവരായാലും മക്കളായാലും വിചാരിക്കും എൻ്റെ അമ്മ ഹൗസ് വൈഫാണ്. എന്താണ് എൻ്റെ അമ്മയ്ക്ക് വീട്ടിൽ ജോലിയുള്ളത് എന്ന് വിചാരിക്കും.
പക്ഷേ ഈ കുക്കിങ്ങും, ക്ലീനിങ്ങും, പാത്രം കഴുകലും 3 നേരം ഇപ്പം രാവിലെ ഭക്ഷണം വെക്കുന്നു, ഉച്ചയ്ക്ക് പിന്നെ നമ്മള് കാലത്തുണ്ടാക്കിയ ഭക്ഷണം കഴിക്കും. പിന്നെ 4 മണിയത്തെ ചായ, വൈകുന്നേരത്തെ ഭക്ഷണം, അതിനിടയിലുള്ള പാത്രം കഴുകല്, വീട് ക്ലീൻ ചെയ്യല്, വൃത്തിയാക്കല്, അലക്കല്, മടക്കല് ഇതൊക്കെ കഴിയുമ്പോ തന്നെ ഒരു വീട്ടമ്മയ്ക്ക് പിന്നെ സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ തന്നെ സമയമില്ലാത്തൊരു കാര്യമാണ് കേട്ടോ. ഇപ്പൊ നമ്മള് ജോലിക്ക് പോകുന്നവരാണെങ്കിൽ രാവിലെ എഴുന്നേറ്റ് അവരുടെ കാര്യങ്ങളൊക്കെ കൃത്യനിഷ്ഠയോടെ ചെയ്യുന്നുണ്ടായിരിക്കും. വീട്ടമ്മമാരെ പണിക്ക് ഒരു അന്തവും കുന്തവും ഇല്ലാത്തതുകൊണ്ടും ഇതെപ്പ തീരുന്നും ഒരു പിടിപാടില്ലാത്തതുകൊണ്ടും തന്നെ നമ്മളിങ്ങനെ പണിതുകൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞ് ടയേർഡാവുമ്പോ ഒന്ന് പോയിരിക്കും. ഒന്ന് പോയിരിക്കുമ്പോൾ വിചാരിക്കും എന്നാ ഒന്ന് കണ്ണടഞ്ഞു പോകും. അപ്പോഴേക്കും അങ്ങനെയെങ്ങാനും കണ്ണടഞ്ഞു പോയിട്ടുണ്ടെങ്കിലോ പിന്നെ സമയം എല്ലാം കഴിഞ്ഞു. പിന്നെ നമുക്ക് ഇരട്ടി പണിയാണ് കേട്ടോ. കാരണം നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്ത് തീർക്കണ്ടേ. അപ്പോൾ ഇതാണ് ഞാൻ ജനലിൽ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന കാഴ്ച. മക്കളുടെ സ്കൂളാണ് ആ കാണുന്നത്. അപ്പോൾ ഞാനിവിടെ കിച്ചണിൽ നിൽക്കുമ്പം സ്കൂളിലത്തെ ബഹളങ്ങളോ അനൗൺസ്മെൻ്റ് ഒക്കെ കേൾക്കാം. അപ്പോൾ നമ്മളുടെ അടുത്ത് തന്നെ അവരുണ്ട് എന്നുള്ളത് ഒരു പ്രസൻസ് അത് ഭയങ്കര എന്താ പറയുക സന്തോഷവും സമാധാനമുള്ള കാര്യമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ വെളിച്ചെണ്ണയുടെ കുപ്പിയാണ് ഞാൻ കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാറുണ്ടല്ലോ എന്ത് നമ്മൾ ഉപയോഗിക്കുന്ന ബോട്ടിലും കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നെക്സ്റ്റ് ഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം. അപ്പം ഞാനിവിടെ ഇപ്പോൾ ഓയിൽ ഉപയോഗിക്കുന്നില്ല. വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കുപ്പിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് കാലിയാവും. എന്നാലും ഞാനത് കഴുകിയിട്ടാണ് അടുത്തത് റീഫിൽ ചെയ്യുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ ഇതിങ്ങനെ വെച്ചിട്ട് കഴിഞ്ഞാൽ കുറേ ആയി കഴിയുമ്പോൾ അതിങ്ങനെ റബ്ബർ പോലെയാവും. പ്രത്യേകിച്ച് ഓയിലിനാണ് അങ്ങനത്തെ പ്രശ്നം വരുന്നത്. പിന്നെ നമ്മൾ ചൂടുവെള്ളത്തിലിട്ട് വെക്കണം. പിന്നെ അത് ഇരട്ടി പണിയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കഴുകി വെക്കുകയാണെങ്കിൽ നമുക്കത് അത്ര ബുദ്ധിമുട്ടില്ലാണ്ട് ഈ ഒരു ബ്രഷും കൂടി ഉണ്ടെങ്കിൽ ആ ബ്രഷ് ഉപയോഗിച്ച് നല്ല ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കഴുകാൻ പറ്റും. അടുത്തത് എൻ്റെ മണി പ്ലാന്റ് ആണ് കേട്ടോ. മമ്മി തന്ന മണി പ്ലാന്റ് ആണ് ഇത്. ഞാൻ കുറച്ച് തൈകൾ ഇങ്ങനെ കൊണ്ടുവന്നു. എല്ലായിടത്തും അത് ഇങ്ങനെ വെട്ടി 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 ഇപ്പോൾ എല്ലായിടത്തും ഞാൻ വെച്ചിരിക്കുന്നത് ആ കൊണ്ടുവന്നിട്ടുള്ളതിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ മമ്മി എൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് എല്ലാ ദിവസവും വെള്ളം മാറ്റി വെക്കണം, എല്ലാ ദിവസവും അതിൽ വെള്ളം തളിച്ച് വെക്കണം എന്ന് പറയാറുണ്ട്. അപ്പോൾ ഞാനത് ആ ഒരു മൂലയ്ക്ക് വെക്കാറ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ കുറച്ച് നേരം അതിന് നല്ല ഫ്രഷ് എയറും നല്ല വെയിലും കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് നേരം അതിനെ ഇവിടെ വെക്കും കേട്ടോ. അപ്പോൾ അതാണ് മണി പ്ലാന്റിൻ്റെ കഥ. ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി കൗണ്ടർ ടോപ്പൊക്കെ നല്ല തുടച്ച് വൃത്തിയാക്കി ഇടണം. എനിക്കങ്ങനെ കിച്ചണിൽ അധികം സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ആ പരിമിതമായ സ്ഥലത്ത് നിന്നിട്ട് തന്നെയാണ് എൻ്റെ കട്ടിങ്ങും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യുക. ഇതിനും കുറഞ്ഞ സൗകര്യത്തിലൊക്കെ ഉള്ളവരുണ്ടായിരിക്കും. ഞാൻ അങ്ങനെ ഒരു പരാതി പറഞ്ഞതല്ല. പക്ഷേ നമുക്കിപ്പോൾ എന്തെങ്കിലും വെജിറ്റബിൾസ് അരിയണമെങ്കിൽ ഇവിടെ നിന്ന് അരിയണം. ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ ചപ്പാത്തി ആയിരുന്നു. അപ്പോൾ ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നതൊക്കെ ആ ഒരു സൈഡിലുള്ള കുറച്ച് സ്ഥലത്ത് നിന്നിട്ടാണ്. അപ്പോൾ അവിടെ പൊടി വീഴും. അപ്പോൾ അങ്ങനെ കൗണ്ടർ ടോപ്പിലൊക്കെ നമുക്ക് ധാരാളം എന്താ പറയുക തുടയ്ക്കാനും വൃത്തിയാക്കാനുള്ളതൊക്കെ ഉണ്ടാവും കേട്ടോ. പ്രത്യേകിച്ച് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടി ഇങ്ങനെ വീഴില്ല. പിന്നെ രാവിലത്തെ തിരക്കിൻ്റെ സമയമായതുകൊണ്ട് പിന്നെ ഞാനതൊന്നും ശ്രദ്ധിക്കില്ല. എൻ്റെ പണികൾ വേഗം ചെയ്ത് തീർക്കുക എന്നുള്ളതാണ്. കാരണം ഞാനൊരു 6:30 ആകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. 7:30 ആകുമ്പോഴേക്കും മക്കൾക്ക് സ്കൂളിൽ പോകാനുള്ള കാര്യങ്ങളൊക്കെ ശരിയാവണം. 7:40 ആകുമ്പോൾ അവരിറങ്ങും. അപ്പോൾ അവർക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, അതിൻ്റെ കറി, ചായ, പിന്നെ സ്കൂളിലേക്കുള്ള ചോറ്, കറി ഒക്കെ ആക്കണം. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആ ഒരു തിരക്കാണ്. ഞാൻ പിന്നെ ഇപ്പോൾ ഉറക്കം കിട്ടുന്ന പ്രായത്തിൽ ഉറങ്ങാലോ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഒരു 5 മണിക്കും 5:30ക്കും എഴുന്നേൽക്കാതെ 6:30 ആകുമ്പോൾ എഴുന്നേൽക്കുന്നത്. പിന്നെ ഒരൊറ്റ ശ്വാസത്തിന് പണിതാലാണ് നമുക്ക് അവർക്ക് കൃത്യനേരത്ത് സ്കൂളിൽ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നേരത്ത് പിന്നെ അങ്ങനെ കൂടുതൽ ശ്രദ്ധയൊന്നുമില്ല. പെട്ടെന്ന് ചെയ്യാന്നുള്ളതാണ് കേട്ടോ. ഞാൻ മിക്സിയൊക്കെ പൊന്തിച്ച് പിടിച്ച് തുടയ്ക്കുന്നത് ഈ പൊടിയല്ലേ. പൊടി ഏതൊക്കെ വഴിക്ക് പോയിട്ടുണ്ടാവും എന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ്. പിന്നെ നമ്മളിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇനിയിപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്ന് കുക്കിംഗ് ഒന്നുമില്ല. എന്നിരുന്നാലും നമ്മൾ ഓരോ പ്രാവശ്യം കുക്കിംഗ് കഴിയുമ്പോഴും നമ്മുടെ കിച്ചൺ നല്ല ക്ലീൻ ആക്കി ഇടണം എന്നുള്ളത് അതെനിക്കൊരു നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അതങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കതിലൊരു അസ്വസ്ഥത ഉണ്ടാവണം. അയ്യോ എൻ്റെ കിച്ചൺ ക്ലീൻ അല്ലല്ലോ, അവിടെ പാത്രങ്ങൾ കിടക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു അസ്വസ്ഥത നമുക്ക് ഉണ്ടാവണത് നല്ലതാണ്. അതുണ്ടായാലാണ് നമുക്ക് നമ്മുടെ വീടും എല്ലാം വൃത്തിയായി ഭംഗിയായി എപ്പോഴും കൊണ്ട് നടക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ അടുത്തത് എൻ്റെ പണിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പ്യൂരിഫയറിൽ നിന്ന് വെള്ളം നിറച്ച് വെക്കുക എന്നുള്ളതാണ്. പ്യൂരിഫയറിൽ വെള്ളം വരും. അത് വളരെ സ്ലോ ആയിട്ടേ വരുള്ളൂ. അപ്പോൾ നമുക്കൊരു കപ്പ് വെള്ളം എടുക്കണമെന്നുണ്ടെങ്കിൽ അതിലെടുക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഞാൻ നമ്മളുടെ ഈ ഒരു ജാറിൽ വെള്ളം നിറച്ച് വെക്കും. അതിൻ്റെ പൈപ്പിലാണെങ്കിൽ വെള്ളം നല്ല സ്പീഡിൽ വരും. അപ്പോൾ എനിക്ക് ആവശ്യമുള്ളപ്പോൾ ഞാൻ കപ്പ് എടുക്കും. പൈപ്പ് തുറന്ന് അതിൽ നിന്ന് വെള്ളം എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്വഗാർഡ് നിറയുന്ന വരെ ഞാൻ വീണ്ടും ഫിൽറ്റർ ഓൺ ആക്കിയിടും. അത് നിറഞ്ഞു കഴിയുമ്പോൾ അത് ഓഫ് ചെയ്തിടും. അപ്പോൾ ആ വെള്ള പൈപ്പിൽ നിന്ന് വരുന്നത് വേസ്റ്റ് വെള്ളമാണ്, ചെറിയ പൈപ്പിൽ നിന്ന് വരുന്നത്. ഇപ്പോൾ ചെടികളൊക്കെ നനയ്ക്കാനുള്ളവർക്കാണെങ്കിൽ ആ വെള്ളം വേസ്റ്റ് ആക്കണ്ട, ആ വെള്ളം ഉപയോഗിച്ച് ചെടിയൊക്കെ നനയ്ക്കായിരുന്നു. പിന്നെ എനിക്കിവിടെ അങ്ങനെ നമ്മൾ എന്താ പറയുക ചെടിയും പോട്ടിൽ ചെടികളോ ചെടിത്തോട്ടങ്ങളോ അങ്ങനെയൊന്നും ഇല്ലല്ലോ.
ഞാൻ ചട്ടിയിലും ചെടി വെച്ചിട്ടില്ല. ഞാൻ ആകപ്പാടെ വെച്ചത് മണി പ്ലാന്റ് വെള്ളത്തിൽ തന്നെയാണ് അതിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളം ഇപ്പോൾ വേസ്റ്റായി പോവാണ്. വേറെ ഒന്നും എനിക്ക് ചെയ്യാനില്ല. അതുകൊണ്ടാണ് ട്ടോ. അപ്പോൾ ഇനി നമുക്ക് വേസ്റ്റ് കൊണ്ടുവന്ന് വെക്കണം പുറത്ത്. വേസ്റ്റ് കൊണ്ടുവന്ന് വെക്കാൻ എങ്ങാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിനി ഒരു ദിവസം മുഴുവൻ അവിടെ ഇരിക്കും. കാരണം 12 മണിക്ക് മുന്നേ ചേച്ചിമാർ വന്ന് അതെടുത്ത് പോകും. എങ്ങാനും ഞാൻ വേസ്റ്റ് വെക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ അവരെന്നെ വിളിക്കും ട്ടോ. അവരെന്നോട് ചോദിക്കും, "ഇന്ന് വേസ്റ്റ് ഒന്നും വെക്കാനില്ലേ?" എന്ന് ചോദിക്കും. അപ്പോൾ ഇന്ന് രാത്രി വെള്ളയപ്പമാണ്. അപ്പോൾ വെള്ളയപ്പത്തിന് ഞാൻ പച്ചരി വെള്ളത്തിലിടാൻ പോവാണ്. ഞാൻ പച്ചരി ഉപയോഗിച്ചിട്ടാണ് ഭൂരിഭാഗവും വെള്ളയപ്പം ഉണ്ടാക്കുന്നതും പിന്നെ നമുക്ക് ദോശയും ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ഉഴുന്നും അരിയും വെള്ളത്തിലിട്ടിട്ടാണ് ട്ടോ. അരിപ്പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് മെയിനായിട്ട് നൂലപ്പവും പിന്നെ എന്തെങ്കിലും 4 മണി പലഹാരങ്ങളും മാത്രമാണ്. എനിക്ക് പച്ചരി കൊണ്ട് ഉണ്ടാക്കുമ്പോഴാണ് കൂടുതൽ എന്താ പറയുക ഈസി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഒറ്റയടിക്കൊന്ന് അരച്ചെടുക്കാമല്ലോ അങ്ങനെ. അപ്പോൾ ഞങ്ങൾക്കിവിടെ മെനു ഉണ്ട്. ഞാൻ ആദ്യകാലം തൊട്ടേ അപ്പനും മക്കളും ഞങ്ങളിരുന്നിട്ട് ഞങ്ങളുടെ ഒരാഴ്ചയ്ക്കുള്ള മെനു ഒക്കെ തയ്യാറാക്കാറുണ്ട്. അതിൽ ഒരു ദിവസത്തിൽ തന്നെ കറികളിൽ പല ഓപ്ഷൻ ഇടും. അപ്പോൾ ഈ ആഴ്ച ഒരെണ്ണം വെച്ചിരുന്നെങ്കിൽ അടുത്ത ആഴ്ച അതിൻ്റെ വേറെ വെക്കും അങ്ങനെയൊക്കെ. പിന്നെ ഇവർക്ക് സ്കൂളിലേക്ക് ഇറച്ചിയും മീനൊന്നും കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പിന്നെ ഇവരാണെങ്കിൽ അധികം വെജിറ്റബിൾസും അതൊന്നും കഴിക്കുന്നവരൊന്നുമല്ല. അപ്പോൾ പിന്നെ അധികം വെറൈറ്റീസ് ഒന്നും വെക്കാനുമില്ല. രാത്രി നമ്മൾ പൊതുവേ ചോറുണ്ണാറില്ല. ഞങ്ങൾ ചപ്പാത്തി, പൂരി, അപ്പം, നൂലപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കഴിക്കാറ്. അപ്പോൾ ഇന്ന് വെള്ളയപ്പമാണ്. അപ്പോൾ രാവിലെ മാറ്റി വെച്ചിട്ടുള്ള ഉരുളൻകിഴങ്ങ് കറിയും വെള്ളയപ്പവും രാത്രി കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ. അപ്പോൾ എൻ്റെ വെള്ളയപ്പം അരച്ച് വെക്കുന്നതും ഈസി പരിപാടിയാണ്. ഞാൻ കാണിച്ചു തരാം ഞാൻ എങ്ങനെയാണ് അരക്കണേന്ന്. നിങ്ങൾക്കും അറിയുന്നുണ്ടാവും. എന്നാലും ആദ്യമൊക്കെ ഞാൻ കപ്പി കാച്ചലും ഭയങ്കര ഗംഭീര പരിപാടിയിലൊക്കെയാണ് വെള്ളയപ്പത്തിന് കലക്കി വയ്ക്കാറ്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. സിമ്പിളായിട്ടുള്ള രീതിയിലാണ് ഞാൻ കലക്കി വയ്ക്കാറ്. അതും ഒരു കുഴപ്പവുമില്ല. നല്ല രീതിക്ക് അതിനെ പൊന്തി നല്ല സൂപ്പർ വെള്ളയപ്പം ഉണ്ടാക്കാൻ പറ്റും ട്ടോ. അപ്പോൾ നമ്മളുടെ ഫിൽറ്ററൊക്കെ നിറഞ്ഞു. അപ്പോൾ ഞാൻ അതിൻ്റെ വേസ്റ്റ് വെള്ളം വരുന്ന പൈപ്പ് ലൈൻ തിരിച്ച് വെക്കാണ് ട്ടോ. വെള്ളം പാഴാക്കി കളയുന്നത് കാണുമ്പോൾ സങ്കടം വരുന്നവരുണ്ടായിരിക്കും. നമുക്ക് പിന്നെ എനിക്ക് ഇതുവരെയും വെള്ളത്തിന് അങ്ങനൊരു ബുദ്ധിമുട്ടുകൾ വരാത്തത് കൊണ്ട് എനിക്കതിൻ്റെ വില അത്രയ്ക്കും കാര്യമായിട്ട് അറിയില്ലെങ്കിലും വെള്ളം പോകുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട്, "ശ്ശോ! ഇത് പാഴായി പോവാണല്ലോ" എന്ന്. അപ്പോൾ പുറത്ത് വേസ്റ്റ് കൊണ്ടുവന്ന് വെക്കാൻ പോവാണ്. സാധാരണ സ്കൂളുള്ള ദിവസങ്ങളിലൊക്കെ എല്ലാ കാര്യങ്ങളും റുട്ടീനായിട്ട് തന്നെ നടക്കും ട്ടോ. ഈവൻ നമ്മളുടെ ഫുഡ് കഴിക്കുന്നതായാലും നമ്മുടെ പണികളായാലും എല്ലാം സമയത്തിന് കഴിയും. സ്കൂളില്ലാത്തൊരു ദിവസമാണ് അന്ന് ചേച്ചിമാരാണെങ്കിലും വേസ്റ്റ് ഇല്ലേ എന്ന് പറഞ്ഞിട്ട് ബെല്ലടിച്ച് അന്ന് ഞാൻ മറന്നുപോയി. അപ്പോൾ എനിക്ക് രാവിലെയും രാത്രിയും ടാബ്ലറ്റൊക്കെ കഴിക്കാനുണ്ട്. ഞാൻ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനടി തന്നെ ടാബ്ലറ്റ് എടുത്ത് കഴിക്കില്ല. ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്ന് ഒന്ന് സെറ്റായതിന് ശേഷമാണ് മരുന്ന് കഴിക്കലൊക്കെ. അപ്പോൾ മരുന്ന് കഴിച്ച് കഴിഞ്ഞ് ഞാൻ ബാൽക്കണിയിൽ പോയിട്ട് തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കുകയാണ് ട്ടോ. അപ്പോൾ സാധാരണ രാവിലെ മേരിമോളാണ് ബാൽക്കണിയിൽ 2 ജനലും തുറന്ന് കുറച്ച് നേരം അവളത് നോക്കി നിൽക്കുന്നത് ഞാൻ കാണാറുണ്ട്. ഇന്ന് പിന്നെ ആകെ ധൃതി പിടിച്ചിട്ടാണ് ആൾ പോയത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു ജനല് തുറന്നിട്ടില്ല. അപ്പം ഞാനാണ് ഇന്നത് തുറന്നിട്ടത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ തുണികളൊന്നും നല്ല രീതിക്ക് ഉണങ്ങിയിട്ടൊന്നുമില്ല. അപ്പോൾ ഉണങ്ങിയതെടുക്കാം, അല്ലാത്തത് തിരിച്ചിടാം എന്ന് വിചാരിച്ചിട്ടാണ് ട്ടോ. ഈ ഒരു തുണി കഴുകുന്ന ഒരു കാര്യം മാത്രമാണ് ഇപ്പോൾ റുട്ടീനായിട്ട് നടക്കാത്തത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ നമ്മൾ കഴുകിയിട്ടത് അത് ഉണങ്ങി കിട്ടിയാൽ തന്നെയാണ് ഇനി അടുത്തത് വിരിച്ചിടാൻ പറ്റുള്ളൂ. മഴ എപ്പോഴാണ് വരുന്നതെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം മാത്രം എൻ്റെ ഒരു റുട്ടീനായിട്ട് നടക്കുന്നില്ല ട്ടോ. സമയവും സന്ദർഭവും എങ്ങനെയാണോ അതുപോലെ ചെയ്യുന്നു എന്നുള്ളൂ. പിന്നെ നമ്മൾ വേനൽക്കാലത്ത് തുണികൾ ഉണങ്ങി കിട്ടുമ്പോൾ നമുക്കതൊരു ഭയങ്കര നല്ല ചൂട് കൊണ്ട് നല്ല പപ്പടം പോലെ ഉണങ്ങി കിട്ടുമ്പോൾ അതൊരു രസമാണല്ലേ. പക്ഷേ ഈ മഴക്കാലത്ത് നമ്മൾ തുണികൾ എത്ര ഉണങ്ങിയെന്ന് പറഞ്ഞാലും അത് കാര്യമായിട്ടൊന്നും ഉണങ്ങിയിട്ടുണ്ടാവില്ല. ആ കാറ്റ് കൊണ്ട് വലിഞ്ഞ് ഒന്ന് നനവ് പോയിട്ടുണ്ടാവുന്നുള്ളൂ. അപ്പോഴും ഉണ്ടായിരിക്കും അതിലൊരു തണുപ്പും നനവും ഒക്കെ. പിന്നെ അങ്ങനെ തുണികൾ മടക്കി വെക്കുമ്പോഴായാലും അതിനൊരു സ്മെല്ലും വരും. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും നമുക്കിപ്പോൾ മഴക്കാലം വേണ്ടേ? നമ്മൾ എത്ര ആഗ്രഹിച്ചിരുന്നിട്ടാ ഒരു മഴക്കാലം വരുന്നതല്ലേ. അപ്പോൾ എല്ലാ കാലങ്ങൾക്കനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അഡ്ജസ്റ്റ് ചെയ്തല്ലേ പറ്റൂ. അപ്പോൾ ഞാൻ സാധാരണ ഇവിടുന്ന് എടുക്കുന്ന തുണികൾ റൂമിൽ കൊണ്ടുവന്ന് കട്ടിലിൽ വിരിച്ചിടും ട്ടോ. പിന്നെ അവിടെ ഒരു ദിവസം ഇട്ട് അവിടുത്തെ വെയിലൊക്കെ കൊണ്ടൊന്ന് വലിഞ്ഞതിന് ശേഷമാണ് ഞാൻ മടക്കി വയ്ക്കുള്ളൂ. അപ്പോൾ ഇനി അടുത്തത് നമ്മളുടെ അടിച്ച് വാരൽ പരിപാടികളാണ്. അടിച്ച് വാരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്താ പറയുക മുക്കും മൂലയും അടിച്ച് വാരാന്ന് പറയുന്ന പോലെ തന്നെ എനിക്ക് അടിച്ച് വാരണം. അപ്പോൾ ഞാൻ മുകളിലേക്കൊക്കെ ഒന്ന് നോക്കും. എനിക്ക് പറ്റാവുന്ന ദൂരത്തിലുള്ള മാറാലയൊക്കെ ഞാൻ തട്ടിക്കളയും. ഇവിടെ ചെറിയ ചെറിയ എട്ടുകാലികളുണ്ട്. അതുകൊണ്ട് തന്നെ മാറാല ഉണ്ടാവും. പിന്നെ എൻ്റെ കയ്യിൽ എപ്പോഴും അടിച്ച് വാരുമ്പോൾ ചൂലും ഉണ്ടായിരിക്കും. ഒരു കയ്യിൽ ടവലും ഉണ്ടായിരിക്കും ട്ടോ. അപ്പോൾ അടിച്ച് വാരുന്നത് അടിച്ച് വാരും. തുടയ്ക്കേണ്ടത് തുടയ്ക്കും. അങ്ങനെയാണ്.
അപ്പോൾ കുറച്ച് നേരം ചെയ്തപ്പോൾ എനിക്ക് ചുമ വന്നു തുടങ്ങി. ചുമ വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഡോക്ടറിൻ്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട് അടിച്ച് വാരുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും എപ്പോഴും മാസ്ക് വെക്കണമെന്ന്. ഞാൻ പലപ്പോഴും അത് മറക്കും. പിന്നെ ചുമച്ച് തുടങ്ങുമ്പോൾ എനിക്ക് ഓർമ്മ വരും. അതുകൊണ്ടാണ് ഓടിപ്പോയി മാസ്ക് വെച്ചിട്ട് പിന്നെ പണികൾ ചെയ്യുന്നത് കേട്ടോ. കാരണം വെറുതെ എന്തിനാ നമ്മൾ എൻ്റെ ഇപ്പോൾ ചുമയൊക്കെ ഒന്ന് സെറ്റിലായി വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ വീണ്ടും പ്രകോപിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് മാസ്ക് വെച്ച് പ്രതിരോധിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അങ്ങനെ ഇതാണ് ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു റൂം നമ്മുടെ ഗസ്റ്റ് റൂമാണ്. ആദ്യമൊക്കെ ഞാൻ നല്ല ഭംഗിയിൽ ഷീറ്റൊക്കെ വിരിച്ച് പില്ലോ കവറൊക്കെ ഇട്ട് നമ്മളുടെയൊക്കെ റൂം എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ഈ റൂമും കീപ്പ് ചെയ്തിരുന്നത്. പിന്നെ ഞാൻ വിചാരിച്ചു ഈ റൂമിൽ ആരും കിടക്കുന്നുമില്ല ഒന്നുമില്ല, വെറുതെ ഈ വിരിച്ചിട്ട ഷീറ്റ് പൊടി പിടിപ്പിച്ചിട്ട് ആരെങ്കിലും ഒരു ഗസ്റ്റ് വരുന്ന സമയത്ത് ഇനിയിപ്പോൾ നമ്മൾ കഴുകിയിട്ടേക്കാണ് അല്ലെങ്കിൽ തിരിച്ച് മറിച്ചിടാനായിട്ട് എനിക്ക് ഒരെണ്ണം ഇല്ലെങ്കിൽ പിന്നെ അത് ബുദ്ധിമുട്ടല്ലേ. അപ്പം ഞാനിപ്പോൾ നല്ല ഷീറ്റ് ഇതുമ്പോൾ വിരിച്ചിടാറില്ല. നല്ല ഷീറ്റൊക്കെ ഞാൻ മടക്കി വെച്ചിട്ട് ഉപയോഗിക്കാത്ത ഒരു ഷീറ്റ് പൊടി പിടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം വിരിച്ചിട്ടേക്കാണ് കേട്ടോ. ഈ ബോക്സിലാണ് ഞാൻ എൻ്റെ എക്സ്ട്രാ ഉള്ള പില്ലോ കവറുകളും ബെഡ്ഷീറ്റും പിന്നെന്താ ടർക്കികളും എല്ലാം അതും വെക്കുന്നത്. ആരെങ്കിലും വന്നാൽ എടുക്കേണ്ടതും കൊടുക്കേണ്ടതായിട്ടുള്ളതൊക്കെ സാധനങ്ങൾ ഞാൻ ആ ബോക്സിലാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അടിച്ചു വാരാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരു റൂമിലെ എല്ലാ കാര്യങ്ങളും ക്ലീൻ ചെയ്തിട്ട് അടുത്ത റൂമിലോട്ട് പോയാലാണ് എനിക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതല്ലാതെ വെറുതെ നമ്മൾ നിലത്ത് കിടക്കുന്ന പൊടി മാത്രം അടിച്ചു പോയി അവിടെ കിടക്കുന്നു അവിടെ കിടക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് അടിച്ചു വാരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അടിച്ചു വാരുന്നതിൻ്റെ ഒപ്പം ആ തുണികൾ അവിടെ ഉണ്ടായിരുന്നു മടക്കി വെച്ചു. ഞാൻ പറഞ്ഞില്ലേ, സാധാരണ ഞാൻ ഇങ്ങനെ ഇവിടെ കൊണ്ടുവന്ന് തുണികളിടും. പിന്നെ ഇവിടെ കിടക്കും അതൊരു ദിവസം. എന്നാലാണ് പിന്നെ എനിക്കൊന്ന് മടക്കി വെക്കാൻ തോന്നുള്ളൂ. കാരണം ആ തുണികളുമത്തെ ഒരു എന്താ പറയുക, നന്നായി ഡ്രൈ ആയിട്ടില്ല എന്ന് തോന്നുന്നത് കൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പം ഇനി നമുക്കിവിടെ അടിച്ചു വാരണം. ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത്രയൊക്കെ അടിച്ചു വാരാനായിട്ട് എന്താ ഉള്ളതെന്ന്. കാര്യം കാണുമ്പോൾ നമ്മളുടെ വീട് നല്ല ക്ലീനാക്കി ആയിട്ട് കിടക്കുന്നുണ്ടെങ്കിലും അടിച്ചു വാരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഈ ചെറിയ പ്രാണികളും പിന്നെ മുടിയും പൊടിയും ഒക്കെ ആയിട്ട്. എന്നും അടിച്ചു വാരിയാലും അത് അതുപോലെ തന്നെ ഉണ്ടാവും കേട്ടോ. കാരണം ഇപ്പം ഈ റൂമൊന്നും നമ്മൾ ആരും ഉപയോഗിക്കാറ് പോലുമില്ല. എന്നിരുന്നാലും അടിച്ചു വാരി കഴിയുമ്പോൾ കാണാൻ പറ്റും എന്തുമാത്രം പൊടിയുണ്ടെന്നുള്ളത്. അപ്പോൾ അടിച്ചു വാരുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ വാഷ്റൂമും കൂടെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട് കേട്ടോ. ഇത് ഞായറാഴ്ച ദിവസം മമ്മിയുടെ അവിടെ നിന്ന് വരുമ്പോൾ മമ്മി കുറേ ഫുഡൊക്കെ കൊടുത്ത് തന്നയക്കും രാത്രി കഴിക്കാനുള്ളതൊക്കെ. അപ്പോൾ ആ പാത്രങ്ങളൊക്കെ കഴുകി ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. ഈ ഒരു കവറിലാക്കി വെക്കും. എവിടെയെങ്കിലും വേറെ സൂക്ഷിച്ച് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് ഇനി ശനിയാഴ്ച പോകുമ്പോൾ കൊണ്ടുപോകാൻ മറക്കും. അതുകൊണ്ടാണ് അത് ഇവിടെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ വാഷ്റൂമിൽ ഞാൻ സ്ഥിരം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിച്ചു വാരുന്നതിനൊപ്പം തന്നെ അതാത് വാഷ്റൂമിൽ മണി പ്ലാന്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ മണി പ്ലാന്റിൻ്റെ വെള്ളം മാറ്റും. അതിലൊന്ന് വെള്ളം തളിച്ച് ഫ്രഷാക്കി വെക്കും. പിന്നെ സിങ്ക് ഒന്ന് കഴുകും. പിന്നെ മിറർ ഒന്ന് തുടയ്ക്കും. അതാണ് എല്ലാ വാഷ്റൂമിലും ഞാൻ ചെയ്യുന്ന കാര്യം. ഡെയിലി ചെയ്യുന്ന കാര്യം അതാണ് കേട്ടോ. എല്ലാ ദിവസവും ഞാൻ ഇങ്ങനെ ഒരു തുണി വെച്ചേ തുടയ്ക്കുള്ളൂ. അതല്ലാത്ത ശനിയാഴ്ച ദിവസങ്ങളിൽ നമ്മൾ മിററൊക്കെ ക്ലീൻ ചെയ്യുന്ന ലോഷൻ ഇട്ട് ആ ഒരു സൊല്യൂഷൻ ഇട്ട് വൈപ്പ് ചെയ്ത് ക്ലീൻ ആക്കി എടുക്കും. അപ്പോൾ 3 വാഷ്റൂമിലെ മിററാണെങ്കിലും ഡൈനിങ് റൂമിലത്തെ മിററാണെങ്കിലും നമ്മളുടെ ഡ്രസ്സിങ്ങിൻ്റെ മിററുകളാണെങ്കിലും ടേബിളിൻ്റെ മിററാണെങ്കിലും ഡൈനിങ് ടേബിളിൻ്റെ മിററാണെങ്കിലും അങ്ങനെ എല്ലാതും നമ്മൾ ആ സൊല്യൂഷൻ വെച്ച് സ്പ്രേ വെച്ച് ക്ലീൻ ആക്കി എടുക്കും. അപ്പോൾ അത് ശനിയാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ മക്കൾക്ക് സ്കൂളില്ലാത്ത ദിവസമല്ലേ. അപ്പോൾ ഞാനിങ്ങനെ അടിച്ച് വാരൊക്കെ ചെയ്യുമ്പോൾ മേരി മോള് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും. പിന്നെ ഞാൻ മോനെ വിളിച്ച് അവിടെ ഇവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ പണികൾ അവനും കൊടുക്കും. അപ്പോൾ എനിക്ക് എല്ലാം കൂടി ചെയ്യുന്ന ഒരു ബർഡൻ ഉണ്ടായിരിക്കില്ല. അപ്പോൾ അവരും അറിയണമല്ലോ നമ്മുടെ വീട് ക്ലീനാക്കി കിടക്കുന്നതിൻ്റെ കാര്യം എന്താണ്, അതിൻ്റെ ഉത്തരവാദിത്വം അവർക്കും ഉണ്ടാവണം. നാളെ അവരും ഇതുപോലൊരു വീട് വൃത്തിയാക്കി എടുക്കേണ്ടവരല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് അവധിയുള്ള ദിവസമാണ് അങ്ങനത്തെയൊക്കെ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഞാൻ ചെയ്യുള്ളൂ. അതല്ലാത്ത ദിവസമൊക്കെ ഇങ്ങനെ അടിച്ച് വാരുമ്പോൾ കയ്യിൽ ഈ ഒരു ടവലും പിടിക്കും. കാണുന്ന സ്ഥലമൊക്കെ ഞാൻ ഈ ടവൽ വെച്ചിട്ട് തന്നെ ഒന്ന് തുടയ്ക്കും. കാര്യം നമ്മൾ താമസിക്കുന്നത് 8ാമത്തെ നിലയിലാണെന്ന് പറഞ്ഞാലും പൊടിയൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. അപ്പോൾ ഇന്നിപ്പോൾ ഈ തുടച്ച് ഇങ്ങോട്ട് നീങ്ങി വൈകുന്നേരം ഒരു 6 മണിക്ക് നോക്കുമ്പോഴും നമുക്ക് ഈ പൊടിയൊക്കെ അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതാണ്. ഇനി നമ്മൾ അടുത്ത റൂമിലോട്ട് വന്നു. ഓരോ റൂമിലും ഓരോ തരത്തിലുള്ള ക്ലീനിങ് ആണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ റൂമിൽ തുണി മടക്കാനായിരുന്നെങ്കിൽ ഈ റൂമിൽ ഞാനും മോനും കിടക്കുന്ന സ്ഥലമാണ്. ഞാൻ പില്ലോ കവർ മാറ്റുന്നത് ഞാൻ ഉപയോഗിക്കുന്ന പില്ലോയാണ് കേട്ടോ. ഞാൻ എല്ലാ ദിവസവും എൻ്റെ പില്ലോ കവർ മാറ്റും. അപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ആ പില്ലോ കവർ മാറ്റി കഴുകണ കൊട്ടയിലിടും. ഇനി രാത്രി കിടക്കാൻ നേരത്ത് ഞാൻ പുതിയ പില്ലോ കവർ ഇടും. നാളെ രാവിലെ അടിച്ച് വാരുമ്പോൾ അത് മാറ്റും. അങ്ങനെയാണ് ഞാൻ ചെയ്യാറുള്ളത്. രാവിലെ തന്നെ എഴുന്നേറ്റ് വന്ന് പുതപ്പ് മടക്കി വെക്കണം എന്നുള്ളത് ഞങ്ങളുടെ അപ്പയ്ക്ക് ഭയങ്കര നിർബന്ധമാണ് കേട്ടോ. അത് നല്ലൊരു ശീലമാണ്. കാരണം നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അവിടെ നിന്ന് തൊട്ടേ നമ്മളുടെ ഉത്തരവാദിത്തങ്ങൾ ആരംഭിക്കണം എന്നുള്ളതാണ്. നമ്മൾ എഴുന്നേറ്റ് വന്ന് ആ പുതപ്പും നമ്മൾ ഉപയോഗിച്ച ഷീറ്റും ഇങ്ങനെ മടങ്ങി ചുരുണ്ട് കിടന്നാൽ എഴുന്നേറ്റാൽ
അതിന് അവിടെ തന്നെ നമുക്ക് നമ്മളുടെ കാര്യങ്ങൾ ശരിയായി എന്ന് വരില്ല. പക്ഷെ ഇപ്പോൾ ഞാൻ എഴുന്നേറ്റ് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ അത് കഴിഞ്ഞിട്ടാണ് എഴുന്നേൽക്കുക. പിന്നെ എനിക്ക് സ്കൂളിൽ വിടേണ്ട തിരക്കായതുകൊണ്ട് പിന്നെ ഞാൻ ബെഡ്ഷീറ്റൊന്നും പിന്നെ ഞാൻ ഈ അടിച്ചു വാരാൻ രാവിലെ തന്നെ വരുമല്ലോ, അപ്പോൾ ശരിയാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് അന്നേരം കുടഞ്ഞ് വൃത്തിയാക്കിയിട്ട് പോകാത്തത്. പിന്നെ ഞാൻ എഴുന്നേറ്റ് എൻ്റെ പുതപ്പ് ഞാൻ മടക്കി വയ്ക്കും. അവൻ്റെ പുതപ്പിന് നീളം കൂടുതലാണ്, അവനത് മടക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അവനത് ചെയ്യാത്തത്. അപ്പം ഞാനും വിചാരിക്കും ശരിയായിരിക്കും, അതിനിത്തിരി നീളവും വീതിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവനത് മടക്കാൻ അവൻ്റെ കൈ എത്തില്ല, ഇനിയിപ്പോൾ അവനത് മടക്കി വെച്ചാലും അത് ചുവ്വാവില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ നിർബന്ധിക്കാറില്ല. അപ്പോൾ അടിച്ച് വാരാൻ വരുമ്പോഴാണ് ബെഡൊക്കെ കുടഞ്ഞ് ബെഡ്ഷീറ്റും പില്ലോയും എല്ലാം ഞാൻ ഒതുക്കി വൃത്തിയാക്കി വെക്കുന്ന സമയം അപ്പോഴാണ് കേട്ടോ. നമ്മൾ നമ്മുടെ മക്കളോടായാലും എന്താ പറയുക, ശീലിപ്പിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ എഴുന്നേറ്റ് കഴിഞ്ഞ് രാവിലെ തന്നെ നമ്മുടെ ബെഡ് വൃത്തിയാക്കി നീറ്റാക്കി ഇടണം. മേരിമോള് അങ്ങനെ ചെയ്തു പോകുന്ന ഒരാളാണ് കേട്ടോ. അപ്പോൾ അവൾക്കതിൻ്റെ പ്രായം പക്വതയായി. പിന്നെ അവൾ ചെറുപ്പത്തിലേ തൊട്ട് തന്നെ ഇത്തിരി അങ്ങനെ വൃത്തിയും വെടുപ്പും അടുക്കും ചിട്ടയൊക്കെ ഉള്ള ഒരാളാണ്. മോൻ എനിക്കറിയില്ല ഇനിയിപ്പോൾ സ്വതവേ ബോയ്സ് അങ്ങനെയാണോന്ന്. അവൻ്റെ അടുത്ത് നമ്മളിങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ ഓരോ റൂമും അടിച്ചു വാരാൻ വരുമ്പോഴാണ് ഞാൻ അവിടുത്തെ ജനലുകളൊക്കെ തുറന്നിടുന്നത്. അപ്പോൾ ജനലിലൂടെ നോക്കുമ്പോഴുള്ള കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാറുണ്ട്. അതൊരു ഭയങ്കര പോസിറ്റിവിറ്റി ഉള്ളൊരു കാര്യമാണ് കേട്ടോ. മോൻ്റെ ടേബിളാണിത്. അവൻ ബുക്കൊക്കെ അവിടെ കൊണ്ടുവന്ന് വെക്കുന്നേ ഉള്ളൂ, അത് അടക്കി പെറുക്കിയൊന്നും വെക്കില്ല. പിന്നെ ഞങ്ങളിങ്ങനെ പാരൻസൊക്കെ ആയിട്ട് ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഇത്രയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ, ഇങ്ങനെയെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഭാഗ്യം എന്ന് വിചാരിക്കാം. അവർക്ക് എന്നെ ഇഷ്ടവും സ്നേഹമൊക്കെ ആണെങ്കിലും മക്കൾക്കാണെങ്കിലും എന്നെ അതുപോലെ പേടിയുണ്ട് കേട്ടോ അവർക്ക്. കാരണം എൻ്റേന്ന് അടി കിട്ടേണ്ട സമയങ്ങളിൽ അടി കിട്ടാറുമുണ്ട്. മോനാണ്, മോൾക്കിപ്പോൾ അങ്ങനെ അടി കിട്ടാറൊന്നുമില്ല. മോനെ ഞാൻ എപ്പോഴും പഠിക്കാതിരിക്കുമ്പോഴായാലും ഒരു വടി എൻ്റെ അടുത്തുണ്ടാവും. അവൻ ആ ഒരു പേടി ഉണ്ടായില്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നാറുണ്ട്. അപ്പോൾ ഇവിടെയാണെങ്കിലും നേരത്തത്തെ ബാത്റൂമിലെ പോലെ തന്നെ നമുക്ക് മണി പ്ലാന്റ് ഉണ്ട്. അപ്പോൾ മണി പ്ലാന്റിൻ്റെ വെള്ളം ഞാൻ മാറ്റി വയ്ക്കും. ഇവിടെയും സിങ്ക് കഴുകും, ആ മിററൊക്കെ ഒന്ന് തുടയ്ക്കും. അങ്ങനെ ഓരോ റൂമിലും ചെയ്താലാണ് എൻ്റെ എല്ലാ പണികളും കംപ്ലീറ്റ് ആയി എന്നുള്ളൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്കുണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ തന്നെ ഓരോ റൂമിൽ അടിച്ചു വാരാൻ വരുമ്പോഴും ഞാൻ തുണിക്കൊട്ടയിൽ നോക്കും, ഇന്ന് വാഷ് ചെയ്യാൻ എന്തോരമുണ്ട് എത്രയുണ്ടെന്നൊക്കെ. ഡെയിലി ബേസിൽ ഞാൻ മക്കളുടെ യൂണിഫോം മാത്രമേ കഴുകുള്ളൂ. പിന്നെ ഞങ്ങളുടെ ഡ്രസ്സ് അങ്ങനെ എല്ലാ ദിവസവും വാഷിംഗ് മെഷീനിലിട്ട് കഴുകാനുള്ള അത്രയൊന്നും ഉണ്ടാവില്ല. അത് ഞാനൊരു 2 ദിവസം കൂടുമ്പോഴേ കഴുകുള്ളൂ. അപ്പോഴേക്കും തന്നെയാണ് നമ്മുടെ തുണി സ്റ്റാൻഡിൽ കിടക്കുന്ന തുണികളാണെങ്കിലും ഒന്ന് ഉണങ്ങി കിട്ടുന്ന സമയവും അപ്പോഴേ ആവുള്ളൂ. പലപ്പോഴും ജോലിക്ക് പോകുന്നവരൊക്കെ വിചാരിക്കും നമ്മൾ വീട്ടമ്മമാർക്ക് എന്തപ്പോൾ ഇത്ര സമയം, എങ്ങനെയാ സമയം പോകണ്ടാവാന്ന്. ഇപ്പം നിങ്ങൾ നോക്കിക്കോട്ടെ, ഞാനൊരു 8:30ക്ക് തുടങ്ങിയ പരിപാടിയാണിത്. ഇതൊക്കെ തീരുമ്പോഴേക്കും സമയം എത്രയായെന്ന് ഞാൻ പറയാം. സമയം പോകാനായിട്ട് നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. എനിക്കൊരു എക്സ്ട്രാ ഒരു കാര്യം ചെയ്യേണ്ടി വന്നാൽ ഞാൻ വിചാരിക്കാറുണ്ട്, അപ്പോൾ ഈ അടിച്ചുവാരലിൻ്റെ സമയമൊക്കെ ഇത്തിരി കുറയ്ക്കേണ്ടി വരും. ഇതിപ്പം ഞാൻ ഇത്തിരി ഫാസ്റ്റാക്കി ഇട്ടിട്ട് ചെയ്യുന്നത് കൊണ്ടാണ് നിങ്ങളിങ്ങനെ ഇത്തിരി ഫാസ്റ്റായിട്ട് കാണുന്നത്. നമ്മളിതൊക്കെ ചെയ്യുന്നത് അത്രയും അത്യാവശ്യം സമയമെടുത്തിട്ട് തന്നെയാണ് കേട്ടോ. കാരണം ഇനിയിപ്പോൾ ദേ അവിടെ മിറർ സ്റ്റാൻഡിൻ്റെ ടേബിൾ വൃത്തിയാക്കണം. അപ്പോൾ അതിൻ്റെയും ഗ്ലാസ്സൊക്കെ ഒന്ന് തുടയ്ക്കണം. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ സമയമില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒരു മുടക്കുള്ള ദിവസങ്ങളാണ് ഇത്രയും ഡീപ്പായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അടിച്ചു വാരും, അത് തീർക്കും, അത്രേ ഉള്ളൂ. എനിക്കിപ്പോൾ സമയമുള്ളത് കൊണ്ട് ഞാനിങ്ങനെ സമയമെടുത്തിട്ട് എല്ലാ കാര്യങ്ങളും എല്ലാ ദിവസവും അത് ഇങ്ങനെ ഒരേപോലെ ചെയ്തു പോകുന്നു എന്ന് മാത്രം. പിന്നെ തുടയ്ക്കൽ ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ തുടയ്ക്കുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പോൾ തുടയ്ക്കാൻ മാത്രമുള്ള അഴുക്കൊന്നും നമ്മുടെ ഇവിടെ ഇല്ല. കാരണം രാവിലെ മക്കൾ സ്കൂളിൽ പോയി, അവർ വൈകിട്ട് വന്നു, അവർ കുറച്ച് നേരം ടേബിളിൽ നിന്ന് ചായ കുടിച്ചു, സെറ്റിയിൽ ഇരുന്ന് കുറച്ച് നേരം TV കണ്ടു, അത് കഴിഞ്ഞ് വീണ്ടും അവരവർ പഠിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ അവിടെ പോയി പഠിച്ചു. 9:30 10 മണിയാകുമ്പോഴേക്കും നമ്മൾ ഉറങ്ങി. അപ്പോൾ അതിന് മാത്രമുള്ള വേറെ അഴുക്കോ പിന്നെ നമുക്കിവിടെ ആരും വന്നു പോകാനോ അങ്ങനത്തെ അഴുക്കുകളൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ശനിയാഴ്ച ദിവസമാണ് ശനിയാഴ്ച ദിവസം എല്ലാ സെറ്റിയും എല്ലാം നീക്കിയിട്ട് എന്താ പറയുക, എല്ലാം നല്ല വൃത്തിയായിട്ട് നമ്മൾ നല്ല വെള്ളത്തിൽ തന്നെ ഞാനൊരു 2 പ്രാവശ്യമൊക്കെ മുക്കി തുടയ്ക്കും കേട്ടോ. ആ ഒരു തുടയ്ക്കൽ മാത്രമേ ഉള്ളൂ. അതല്ലാതെ ഇപ്പോൾ എന്താ പറയുക, ഒരു ഭംഗിക്കാണെങ്കിൽ ഇപ്പോൾ ഞാൻ എല്ലാ ദിവസവും തുടയ്ക്കും അങ്ങനെ എനിക്ക് പറയണ്ടല്ലോ. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ആഴ്ചയിൽ ഒരു ദിവസമേ തുടയ്ക്കാറുള്ളൂ. ഇനിയിപ്പോൾ വൃത്തികേടായി കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തുടയ്ക്കാമെന്ന് മാത്രം. ഇതാണ് മേരിയുടെ റൂം. ഞാൻ പറഞ്ഞില്ലേ, മേരി പിന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ മേരിയുടെ പുതപ്പൊക്കെ മടക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അവളുടെ റൂമിൽ പിന്നെ എനിക്കങ്ങനെ കാര്യമായിട്ട് ഒതുക്കാനൊന്നും ഉണ്ടാവില്ല. അവളുടെ സ്റ്റഡി ടേബിൾ ആണെങ്കിലും എല്ലാം വൃത്തിയായി ബുക്കൊക്കെ നല്ല അടുക്കി പെറുക്കി ഒതുക്കി തന്നെ ഇരിക്കുന്നുണ്ടാവും. തുണി മടക്കുന്ന കാര്യത്തിലാണെങ്കിലും ഞാൻ അവളുടെ ഡ്രസ്സുകളൊക്കെ മടക്കി കബോർഡിൽ എല്ലാം ഒരുമിച്ച് കൊണ്ടുവയ്ക്കുള്ളൂ. പിന്നെ അവളാണത് അവൾക്ക് എന്താ പറയുക, അവൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന പോലെ അതാത് സ്ഥലങ്ങളിലേക്കൊക്കെ എടുത്ത് വയ്ക്കുന്ന ജോലി അവളാണ് കേട്ടോ ചെയ്യുക. പിന്നെ
മേരിയുടെ റൂമിൽന്ന് വെച്ചിട്ടുണ്ടെങ്കില് വാഷ്റൂമിന്ന് എപ്പഴും തലയിലിടുന്ന ഉണ്ടകളും അതൊക്കെ കിട്ടും. അത് ഞാനിവിടെ കൊണ്ടുവന്ന് വെക്കും. ഞങ്ങളുടെ അപ്പയ്ക്കാണെങ്കി ഭയങ്കര ദേഷ്യാണ് കേട്ടോ വാഷ്റൂമില് തലയുമിടുന്ന ഉണ്ടയിരിക്കുന്നു, അല്ലെങ്കിൽ സൂചി ഇരിക്കുന്നു എന്നൊക്കെ കണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ള ആളാണ്. പക്ഷെ നമ്മള് പെണ്ണുങ്ങളല്ലേ, നമ്മള് എപ്പോഴെങ്കിലുമൊക്കെ വാഷ്റൂമിൽ പോകുമ്പോൾ തല കുളിക്കുന്ന സമയത്ത് സ്ലൈഡ് അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഡ്രസ്സുമ്മന്ന് എങ്ങാനും കിട്ടിയ സൂചി അവിടെ ഊരി വെച്ചിട്ടുണ്ടായിരിക്കും. കാര്യം ശരിയാണ്. അതങ്ങനെ ഇരുന്ന് അപ്പ പറയും അതങ്ങനെ ഇരുന്ന് അങ്ങനെ ചെയ്ത് പഠിക്കണ്ട. നാളെയായാലും മേരി ഹോസ്റ്റലിലൊക്കെ പോകുമ്പോഴൊക്കെ അങ്ങനെ ഉപയോഗിക്കുമ്പോഴൊക്കെ അത് മോശമാണെന്നൊക്കെ പറയും. എന്നാലും മേരിക്കതിനി മാറാനുണ്ട് ട്ടോ. മേരി പിന്നെ ഉപയോഗിക്കുന്ന മേരി മാത്രമല്ല ആ വാഷ്റൂം ഉപയോഗിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും എനിക്ക് അടിച്ചു വാരാൻ വരുമ്പോൾ ആകപ്പാടെ മേരിയുടെ റൂമിൽ നിന്ന് കിട്ടുന്ന ഒരു കാര്യം അതാണ്. അതപ്പോൾ ഞാൻ മാറ്റി വെക്കും. പിന്നെ മേരിയുടെ റൂമാണെങ്കിലും ഇപ്പം ഞാൻ എല്ലാ റൂമിലും ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ഒന്നും കൂടെ ആ ബെഡ്ഷീറ്റും പില്ലോ കവറൊക്കെ ഒന്ന് കുടഞ്ഞു വെക്കുന്നു മാത്രം. അതല്ലാതെ അതിൽ കൂടുതൽ കാര്യമായിട്ടുള്ള ജോലികളൊന്നും എനിക്ക് ചെയ്യാനുണ്ടാവില്ല. മേരിയുടെ മിറർ സ്റ്റാൻഡ് ആണെങ്കിലും ടേബിൾ ആണെങ്കിലും കബോർഡ് ആണെങ്കിലും സ്റ്റഡി ടേബിൾ ആണെങ്കിലും എല്ലാം മേരി തന്നെയാണ് കേട്ടോ ക്ലീൻ ആക്കി വെക്കുന്നത്. സൺഡേ ദിവസം ആൾക്ക് സമയം ഉള്ളപ്പോൾ സമയമുള്ളത് പോലെ തന്നെ അവളെല്ലാതും ക്ലീൻ ആക്കി ഒതുക്കി വെക്കാറുണ്ട്. രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരെ യൂണിഫോം അയൺ ചെയ്യലൊക്കെ മേരി മോളുടെ പണി തന്നെയാണ്. ഞാൻ എഴുന്നേറ്റ് വന്ന് കുറച്ച് കഴിയുമ്പോൾ തന്നെ മേരി എഴുന്നേറ്റ് വരും. മേരി യൂണിഫോം ഒക്കെ അയൺ ചെയ്യും. അത് കഴിഞ്ഞ് കുളിക്കാൻ പോകും. മേരി കുളി കഴിഞ്ഞ് വരുമ്പോൾ അവനെ വിളിച്ചോളും. അവനെ കുറച്ച് നേരം വിളിക്കണം. അത് കഴിഞ്ഞ് അവൻ വാഷ്റൂമിൽ കയറും. ഇനി നമുക്ക് ഡൈനിങ് റൂമിലുള്ള ഈ ഒരു സിങ്കും ഗ്ലാസും കൂടെ ഉണ്ട് കേട്ടോ. ഇത് സ്പ്രേ മോപ്പാണ്. ഞാൻ രാത്രി എല്ലാ പണിയും കഴിഞ്ഞ് കഴിയുമ്പോൾ ധാരാളം വെള്ളം ഒഴിച്ചിട്ട് തന്നെ കിച്ചൺ നന്നായി സ്പ്രേ മോപ്പ് ചെയ്ത് അപ്പോൾ അതങ്ങനെ ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ സ്പ്രേ മോപ്പ് ഞാൻ ഇവിടെ വെച്ച് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഞാൻ അങ്ങനെ തന്നെ കിടക്കാൻ പോകും. അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ ഈ സ്പ്രേ മോപ്പ് ഇവിടെ ഇരിക്കുന്നത് കാണുന്നത് കേട്ടോ. അപ്പോൾ ആ സിങ്കും കഴുകാനായിട്ടുള്ള ബ്രഷും ലോഷനൊക്കെ ഞാൻ അവിടെ താഴെ തന്നെ വെച്ചിട്ടുണ്ട്. വാഷ്റൂമിലാണെങ്കിലും സിങ്ക് കഴുകാനുള്ള ബ്രഷുകളൊക്കെ ഞാൻ തൊട്ടടുത്ത് തന്നെ തൂക്കിയിട്ടിട്ടുള്ളത് കൊണ്ട് ഓരോന്ന് അന്വേഷിച്ച് പോകേണ്ട കാര്യമില്ല. വാഷ്റൂമിൽ കയറുക, ബ്രഷ് എടുക്കുക, കഴുകുക, അത്രേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതൊരു ഈസി മെത്തേഡാണ്. നമ്മൾ എല്ലാ വാഷ്റൂമിലും ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യേണ്ട എല്ലാ സാധനങ്ങളും അതാത് വാഷ്റൂമിൽ തന്നെ വെക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ നിങ്ങൾ എന്തുമാത്രം പൊടിയാണ്. ഇപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഒന്നുമില്ലല്ലോ എന്ന്. പക്ഷെ നമ്മൾ അടിച്ച് വാരി വരുമ്പോഴാണ് പൊടിയും മുടിയും ഒക്കെ നമുക്ക് കിട്ടുക. എല്ലാ റൂമിലും നമ്മൾ വേസ്റ്റ് ബക്കറ്റും എല്ലാം വെച്ചിട്ടുണ്ടെങ്കിലും എന്താ പറയുക കടലാസിൻ്റെ കഷ്ണമായിട്ടും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ സ്പ്രേ മോപ്പിൻ്റെ ഈ ഒരു എന്താ പറയുക മാറ്റ് നമുക്ക് ഊരി ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാനത് ഊരി എടുക്കുകയാണ്. ഇതും പിന്നെ നമ്മൾ ഇത്ര നേരം തുളച്ചേർന്ന ടവലും എല്ലാം ഞാനവിടെ സിങ്കിലേക്ക് ഇട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ബാൽക്കണിയും കൂടെ അടിച്ച് വാരി വൃത്തിയാക്കി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടും. നമ്മളുടെ വീട് തുടക്കം മുതൽ ഒടുക്കം വരെ വൃത്തിയായി എന്നുള്ളൊരു തോന്നൽ വരും. അപ്പോൾ രാത്രി ഈ മാറ്റൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ തുടയ്ക്കുക. രാത്രി തുടച്ചിടുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ഞാനിത് വിരിച്ചിടില്ല. പിന്നെ രാവിലത്തെ അടിച്ചു വാരൽ എന്തായാലും നടക്കുമല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് ഞാനത് കഴിയുമ്പോഴാണ് ഇത് വിരിച്ചിടുക. ഈ മാറ്റ് നമ്മൾ മീഷോന്ന് മേടിച്ചതാണ്. ഞാൻ അളവെടുത്ത് നോക്കി മേടിച്ചതാണ് കേട്ടോ. അത് കുറച്ചും കൂടെ അങ്ങോട്ട് നമ്മുടെ കൊട്ടയുടെ അവിടേക്ക് കയറ്റി കിടക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിടക്കും. ഞാൻ പിന്നെ എപ്പോഴും എടുക്കേണ്ടതായതുകൊണ്ട് കോംപ്ലിക്കേറ്റഡ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കയറ്റിയിട്ടേക്കാണ്. അപ്പോൾ ഇതാണ് കേട്ടോ അതിൻ്റെ ബ്രഷ്. ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഇങ്ങനെ പല്ലുകളായിട്ടുള്ള ഒരു ബ്രഷ് ഉണ്ട് അതിന്. അപ്പോൾ ആ മാറ്റിൽ അഴുക്കോ അല്ലെങ്കിൽ മുടിയോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഈ മാറ്റും നമ്മൾ നേരത്തെ തുടച്ചേർന്ന തുണിയും ക്ലീനാക്കി കഴിഞ്ഞാൽ ഞാനത് അവിടെ കുറച്ച് നേരം വെയിലത്തിടും. അപ്പോൾ ഇനി രാത്രിയാണ് സ്പ്രേ മോപ്പിൻ്റെ മാറ്റ് എടുക്കുള്ളൂ. അടുത്തത് വാഷിംഗ് ആണ്. അപ്പോൾ ഞാൻ മേടിച്ച വാഷിംഗ് മെഷീൻ്റെ കവർ ഞാൻ രാത്രി കിടക്കാൻ പോണിട്ട് മുന്നേ ഇതുപോലെ സിബിട്ട് താഴേക്ക് ആക്കി വെക്കും. ഞാൻ പറഞ്ഞല്ലോ നല്ല മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങടേക്ക് നല്ല ശീതളടിക്കും. അപ്പോൾ വാഷിംഗ് മെഷീൻ്റെ ബോഡിലേക്ക് വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കവർ മേടിച്ചേക്കണേ. അപ്പോൾ അത് വെറുതെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാറ്റത്ത് അതിൻ്റെ ഇതൊക്കെ പറക്കും, അതിലേക്ക് വെള്ളം കയറും. അപ്പോൾ ഇങ്ങനെ രണ്ട് വശം സിബ് ഇറക്കിയിട്ട് പോയാലാണ് നമ്മളത് മേടിച്ചതിൻ്റെ ഒരു പർപ്പസ് നടക്കുള്ളൂ കേട്ടോ. ഞാൻ ഉപയോഗിക്കുന്ന ഡിറ്റർജൻറ്റ് ലിക്വിഡാണ്. അത് 5 കിലോൻ്റെയാണ് ആ എന്താ പറയുക ക്യാൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര വെയിറ്റാണ്. അപ്പം ഞാൻ ഇതുപോലെ വെളിച്ചെണ്ണ മേടിച്ചൊരു കുപ്പി കഴുകിയിട്ട് അതിലേക്ക് എനിക്ക് ആവശ്യത്തിന് വേണ്ട ലിക്വിഡ് ഞാൻ പകർത്തി വെച്ചേക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പമുണ്ടല്ലോ. ഞാൻ എപ്പോഴും ഞാൻ പറഞ്ഞല്ലോ മക്കളുടെ യൂണിഫോമാണ് ഡെയിലി കഴുകുന്നത്. അത് ഞാൻ ക്വിക്ക് വാഷ് ഇടും. അത് കഴിഞ്ഞൊരു സ്പിൻ ആൻഡ് ഡ്രെയിൻ ഇട്ടിട്ടാണ് തുണി വിരിച്ചിടുക. അപ്പോൾ അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. ഇന്നങ്ങനെ എണ്ണ തേപ്പും കാര്യമായിട്ടുള്ള കുളികളൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ ഒന്നരാടാണ് സ്കിൻ കെയറും ഹെയർ കെയറും ഒക്കെ. അപ്പോൾ ഇന്നൊരു സിമ്പിൾ കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ പുറത്തോട്ട് നോക്കി നിൽക്കുകയാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകൾ. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടെ നോക്കുമ്പോൾ കാണുന്നത്.
അങ്ങനെ കുറച്ച് നേരം അതൊക്കെ കണ്ട് നിന്ന് വന്നപ്പോഴേക്കാണ് നമ്മുടെ വെള്ളയപ്പത്തിന് നമ്മള് അരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അത് കുതിർന്നിട്ടുണ്ടാവും. അപ്പൊ ഇനി അത് അരച്ചെടുക്കണം. അപ്പൊ ഞാന് നാളികേരം പിന്നെ പൊട്ടിച്ചത് ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പൊ നാളികേരം ചിരകാണ്. നാളികേരം ചിരകുമ്പോ എപ്പഴും ആദ്യത്തെ കുറച്ച് നാളികേരം ചിരകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായിലിടാന്നുള്ളത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് ട്ടോ. അത് എപ്പ ആര് നാളികേരം ചിരകണ കണ്ടാലും ഞാൻ പോയി കുറച്ച് അതീന്നെടുത്ത് വായിലിടും. അപ്പൊ അങ്ങനെ പറയാറുണ്ട്. അങ്ങനെ ചെയ്യുന്നവർക്ക് മഴയൊക്കെ പെയ്യുന്നു കല്യാണത്തിന്. എന്റെ കല്യാണത്തിന് മഴയൊന്നും പെയ്തില്ല ട്ടോ. അപ്പൊ അങ്ങനെ നമ്മള് വെള്ളത്തിലിട്ട് കുതിർന്ന പച്ചരി ഞാൻ എല്ലാം കൂടി ഒറ്റൊരു ട്രിപ്പില് ഒരു ജാറിൽ അരയ്ക്കാനുള്ളതേ ഉണ്ടാവാറുള്ളൂ. ഇന്നിപ്പോ ഞാൻ കുറച്ച് പച്ചരി കൂടുതൽ ഇട്ടിട്ടുണ്ട്. കാരണം നാളെ വൈകീട്ടും വെള്ളയപ്പം തന്നെ ഉണ്ടാക്കാം. നാളെ മേരിമോളെയും കൊണ്ട് ഡോക്ടറെ അടുത്ത് പോവാനുണ്ട്. പല്ല് ഡോക്ടറെ അടുത്ത്. അവൾക്ക് നാളെ അവളുടെ പല്ലിന്റെ താടിയുടെ എല്ലിന് കുറച്ച് നീളം കൂടുതലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് സർജനെ കാണിക്കാന്ന് പറഞ്ഞു. അപ്പൊ സർജൻ നാളെ വരുന്നതുകൊണ്ട് വീണ്ടും പോണം. അപ്പൊ നാളെയും വെള്ളയപ്പം തന്നെ. അതുകൊണ്ട് ഞാൻ കുറച്ചധികം മാവ് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ആദ്യത്തെ ട്രിപ്പിൽ ഞാൻ പച്ചരി മാത്രമാണ് ട്ടോ അരച്ചത്. അപ്പൊ അത് നന്നായി അരച്ച് ആദ്യത്തെ ട്രിപ്പ് അതിലൊഴിച്ച് വെച്ചു. രണ്ടാമത്തെ ട്രിപ്പിലാണ് ഞാൻ ബാക്കിയുണ്ടായിരുന്ന പച്ചരിയും ഒരു മുറി നാളികേരം മുഴുവൻ ഞാൻ ചിരകിയിട്ടുണ്ട്. ആ നാളികേരവും ഈസ്റ്റും നല്ല ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മളുടെ വെള്ളയപ്പം എന്താ പറയുക പൊന്തുന്നുള്ളതിലും നന്നാവുന്നുള്ളതിൽ ഒരു തെറ്റുമില്ല കേട്ടോ, ഒരു പ്രശ്നവുമില്ല. അപ്പം ഞാനിത് അവിടെ നിന്ന് കൊണ്ടുവന്ന ഈസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഇത് എന്താണ് ഇത്രയും കുടഞ്ഞിടണേന്ന്. അതിനൊരു ചെറിയ ഹോളാണ് ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് അത് വീഴാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ളതാണ് ഇത്രയും കുടഞ്ഞിണത്. അതിൽ കാര്യമായിട്ടൊന്നും വീണിട്ടില്ല, അത്യാവശ്യത്തിനുള്ളത് വീണിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ പച്ചരി ഇട്ടു, അതിൽ നാളികേരം ഇട്ടു, ഈസ്റ്റ് ഇട്ടു, പിന്നെ ദേ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും പഞ്ചസാര ഇട്ടിട്ടാണ് ഞാൻ അപ്പത്തിന് അരച്ച് വെക്കുന്നത്. ഇതെല്ലാം കൂടെ ഇനി നന്നായിട്ട് നല്ല സ്മൂത്ത് ആവുന്നത് വരെ അരയ്ക്കും. വെള്ളം ഒഴിക്കുമ്പോൾ പാകത്തിന് നോക്കി വെള്ളം ഒഴിക്കണം. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ ടെൻഷനൊന്നുമില്ല. അരിപ്പൊടി ഉണ്ടെങ്കിൽ ഇത്തിരി അരിപ്പൊടി എടുക്കുക, ഇത്തിരി കുറച്ച് വെള്ളത്തിലൊന്ന് ചാലിച്ചിട്ട് അതിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൺസിസ്റ്റൻസി ശരിയാക്കാവുന്നതേ ഉള്ളൂ. എന്നാലും നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ലതാണല്ലോ. അപ്പോൾ അത് നല്ല സ്മൂത്തായിട്ട് അരഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് മിക്സും ആദ്യത്തെ അരച്ചതിൽ നമുക്ക് ഈസ്റ്റ് ഉണ്ടായിരുന്നില്ല, രണ്ടാമത്തെ അരച്ചതിലല്ലേ ഈസ്റ്റ് ഉള്ളത്. അപ്പോൾ അതൊന്ന് രണ്ടും കൂടെ കലങ്ങാൻ വേണ്ടിയിട്ട് കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടോ. നമ്മുടെ ദോശയാണെങ്കിലും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ കൈ ഉപയോഗിച്ച് കുറച്ച് ഇളക്കി വെച്ചാലാണ് നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയാസും വേണം അതിൻ്റെ ഫെർമെൻറ്റേഷനായിട്ട്. അപ്പോൾ അത് ഞാൻ മിക്സ് ചെയ്ത് വെച്ചു. അപ്പോൾ സമയം നോക്കുകയാണ്, സമയം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് നല്ല എയർ ടൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ ഉപ്പിൻ്റെ ഭരണി ഇത്തിരി കനമുള്ളതാണ്, അതും കൂടെ കയറ്റി വെച്ചിട്ടുണ്ട്, എയറൊന്നും പുറത്ത് പോകണ്ടെന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും നമ്മുടെ കിച്ചൺ നന്നായി ക്ലീൻ ചെയ്ത് പോവുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം പണിക്ക് വരുമ്പോൾ ജോലി ചെയ്യാൻ വരുമ്പോൾ കിച്ചൺ ക്ലീൻ ആയിട്ട് കിടക്കണുണ്ട് കഴിഞ്ഞാൽ നമുക്കൊരു സന്തോഷം ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് എപ്പോഴും അത് ഒപ്പം തന്നെ ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ലതാണ്. അങ്ങനെ അത് കഴിഞ്ഞ് വന്നപ്പോഴേക്കും ദേ നമ്മുടെ വാഷിംഗ് മെഷീനിൽ നമ്മളുടെ യൂണിഫോം ഒക്കെ കഴുകി കിട്ടി. അപ്പോൾ ഞാൻ എന്തായാലും ഇന്ന് വേറെ വാഷിംഗ് ഒന്നുമില്ല, യൂണിഫോം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത്തിരി ഗ്യാപ്പിട്ടാണ് വിരിച്ചിരുന്നത്. കാരണം ഉണങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. ഇന്നിപ്പോൾ ഒരു കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട് കേട്ടോ. രാത്രിയാകുമ്പോൾ ഞാനത് ഇനിയിപ്പോൾ ഉണക്കക്കുറവുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ബാൽക്കണിയൊക്കെ അടച്ചു കഴിഞ്ഞാൽ പിന്നെ തണുപ്പല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതിവിടെ സെറ്റ് ചെയ്യുമ്പോൾ കൊണ്ടുവന്ന് ഇങ്ങനെ വിരിച്ചിടും യൂണിഫോമൊക്കെ. വേണമെന്നുണ്ടെങ്കിൽ ഫാൻ ഇടും. അപ്പോൾ അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ കിടക്കുന്ന റൂമിൽ അതാത് കസേരകളിൽ കൊണ്ടുവന്നിട്ടിട്ട് അങ്ങനെയൊക്കെയാണ് മഴയുള്ള ദിവസങ്ങളിൽ യൂണിഫോം ഉണക്കുന്ന പരിപാടിയൊക്കെ ഇവിടെ ചെയ്യാറുള്ളത് കേട്ടോ. ഇനി നാളത്തെ മെനുവിൽ നമുക്ക് പയറാണ്, നമ്മളുടെ എന്താ പറയുക പച്ചപ്പയർ. അച്ചിങ്ങിയാണെങ്കിലും ഇങ്ങനെ ഉരിഞ്ഞിടുന്ന അല്ലെങ്കിൽ മണിയുള്ള പയറാണെങ്കിലും അത് ഇവർക്ക് വെജിറ്റബിൾ ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അപ്പോൾ നാളെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് അതാണ്. അപ്പോൾ അത് രാവിലെ എഴുന്നേറ്റിരുന്ന് നന്നാക്കാമെന്ന് പറഞ്ഞ് നടക്കണ കാര്യമല്ല. അപ്പോൾ ഇപ്പോഴാണ് ഞാനത് നന്നാക്കാൻ പോവാണ്. അപ്പോൾ കാലൊക്കെ ഒന്ന് നീട്ടി റിലാക്സ് ചെയ്തിരുന്ന് ഞാനും എൻ്റെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാമുകളോ വ്ളോഗുകളോ ടി വിയിലുള്ള പരിപാടിയൊക്കെ കാണുന്നത് ഇപ്പോഴാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമുക്കാണെങ്കിലും അധികം സമയമൊന്നുമില്ല ടി വി കാണാനായാലും ഒക്കെ. ഇപ്പം അത് കഴിഞ്ഞു. അതാണെങ്കിൽ മുഴുവനും എന്താ പറയുക മണിയായിട്ടാണ് കിട്ടിയത് കേട്ടോ. അത്രയും പയർ നന്നാക്കിയിട്ട് ഇത്രയേ കിട്ടിയുള്ളൂ. നമുക്ക് പിന്നെ മൂന്നാൾക്ക് പിന്നെ അത് ധാരാളമാണ്, കുഴപ്പമൊന്നുമില്ല. ഒരു കായും കൂടി ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, ഇത്തിരി കൂടെ കറി ഉണ്ടായേനെ. പിന്നെ മുറമൊക്കെ ഞാൻ കഴുകി വെച്ചു. സാധാരണ ഞാൻ കണ്ടിട്ടുണ്ട് വീടുകളിലൊക്കെ മുറം ഒരു ഭംഗിക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. പക്ഷെ ഞാൻ മുറം ഏറെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എനിക്ക് ഫ്രിഡ്ജിൽ നിന്ന് പച്ചക്കറി എടുക്കുമ്പോഴായാലും പച്ചക്കറി അരിയുമ്പോഴായാലും മുറത്തിൽ ഇങ്ങനെ നിരത്തി വെച്ച് അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ദേ സമയം 1:30 ആവാറായി. ഇനി ഉച്ചയ്ക്ക് എനിക്ക് ഊണ് കഴിക്കണ്ടേ. മക്കളിന്ന്
പൂരിയും അല്ല ചപ്പാത്തിയും കറിയാണ് കൊണ്ടുപോയത്. ഇന്നലെ വൈകിട്ട് പൂരി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചപ്പോഴാണ് മമ്മി വിളിച്ച് പറഞ്ഞു അവിടെ നിന്ന് മീൻകറിയാണ്, മീൻകറി കൊണ്ടുവന്ന് തരാമെന്ന്. ഞാൻ പറഞ്ഞില്ല എൻ്റെ വീട് ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പോൾ മമ്മി ഓട്ടോറിക്ഷയിൽ വന്ന് മോൻ താഴെ പോയി നിന്നു. മീൻകറിയും മീൻ വറുക്കാനുള്ളത് ഉപ്പും മുളകൊക്കെ തിരുമ്മി ഒരു പാത്രത്തിലാക്കിയിട്ട് തന്നയച്ചു. അപ്പോൾ പിന്നെ മീൻകറി കണ്ടപ്പോൾ പിന്നെ ഇന്നലെ വൈകിട്ട് ചോറ് വെച്ചു. അപ്പോൾ പിന്നെ പൂരി ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഞാൻ പയറ് കഴുകി വെള്ളം വാലാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് നാളെ എടുക്കുള്ളൂ. അപ്പോൾ ഫ്രിഡ്ജിൽ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി രാവിലെ ആ ഒരു പണി എളുപ്പമാണ്. അപ്പോൾ ഇന്നലെ വൈകിട്ട് ചോറ് വെച്ചത് കൊണ്ട് അപ്പോൾ അതിൽ കുറച്ച് ചോറ് ബാക്കിയുണ്ട്. അപ്പോൾ ഉച്ചയ്ക്ക് എനിക്കിന്ന് അതാണ് ചോറും മീൻ കറിയും ഉണ്ട് കേട്ടോ. പിന്നെ രാവിലെ പിന്നെ ഇന്ന് വേറെ ചോറൊന്നും വെക്കേണ്ടി വന്നില്ലല്ലോ. അപ്പോൾ മീൻ കറിയിലെ മീൻ സ്വതവേ മക്കളാണെങ്കിലും എനിക്കാണെങ്കിലും മീൻ കറിയിലെ മീൻ കഴിക്കാനായിട്ട് അത്ര താല്പര്യമില്ല. വറുത്ത മീനാണെങ്കിൽ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കറിയിലെ മീൻ കഷ്ണങ്ങളെടുത്ത് വറക്കാണ് കേട്ടോ. ആലുവയിലാണെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് പ്രത്യേകിച്ച് കുടംപുളി ഇട്ടിട്ടുള്ള മീൻ കറിയാണ് അവിടെ കൂടുതൽ വെക്കുക. അപ്പോൾ ആ മീൻ എടുത്ത് വറക്കുമ്പോൾ ഭയങ്കര പുളിരസവും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും. ആ മീനിൻ്റെ കഷ്ണങ്ങൾ വറക്കി തിന്നാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇന്ന് ആരുമില്ല, ഞാൻ തന്നെ ചോറുണ്ണുന്നു. അങ്ങനെ ചോറൂണൊക്കെ കഴിഞ്ഞ് ഒന്ന് റിലാക്സ് ചെയ്ത് ഒരു ചോക്ലേറ്റും വായിലിട്ടിട്ട് ഞാനിങ്ങനെ TV കണ്ട് കിടക്കാണ് കേട്ടോ. ഇപ്പം തന്നെ സമയം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്കും പലഹാരം ഉണ്ടാക്കേണ്ട പണി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഇരിപ്പിനും സമയമൊന്നും ഉണ്ടാവില്ല. ഈ ഊണ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ആ ഒരു പണിക്ക് നിൽക്കണം. കാരണം 3 മണിയാകുമ്പോൾ ഇവരെ സ്കൂൾ വിടും. ഞാൻ കാലൊക്കെ ഇട്ട് തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഡോക്ടർ എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ TV കണ്ടിരിക്കുമ്പോഴോ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ കാലും കൈയൊക്കെ നന്നായി ഇങ്ങനെ അനക്കി കൊടുക്കണം. നമ്മൾ ആ ഒരു ബ്ലഡ് സർക്കുലേഷൻ എപ്പോഴും ഉണ്ടാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ കാലൊക്കെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ബെൻഡ് ചെയ്ത് ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 മണിക്ക് ഇവരെ സ്കൂൾ വിടും. അപ്പോൾ സ്കൂൾ വിടുന്ന സമയത്തും ഞാനിവരെ കൊണ്ടുവരാൻ പോകും. അപ്പോൾ ദേ ഇനി കുറച്ച് സമയമുള്ളൂ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പോകണം. അപ്പോൾ ദേ ഞാൻ അവരെയും കൊണ്ട് സ്കൂൾ വിട്ട് വന്നു, അവരെയും കൊണ്ടുവന്നു. അപ്പോൾ ഇനി 4 മണിയത്തെ ചായ അവിടെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്താണ് ഉച്ചവരെയുള്ള നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചത്. അത് അതിൻ്റെ സ്ഥാനത്ത് വെക്കണ സമയമാണ്. ഇന്ന് പിന്നെ 4 മണിക്കൊന്നും ഉണ്ടാക്കലൊന്നും ഉണ്ടായില്ല. വരുന്ന വഴിക്ക് ബേക്കറി കയറിയിട്ട് ഒരു വട്ടയപ്പം മേടിച്ചു. പിന്നെ കുറച്ച് ചിപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. 4 മണിക്ക് അങ്ങനെ ചിലപ്പോഴൊക്കെയാണ് ഞാൻ ഉള്ളിവടയോ പഴംപൊരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുള്ളൂ. കാരണം നമ്മളൊരു 7:30 8 മണിയാകുമ്പോഴേക്കും വൈകിട്ടത്തെ ഭക്ഷണം കഴിക്കും. അപ്പോൾ എന്നും വൈകിട്ട് നമ്മൾ കഴിക്കുന്നത് പൂരിയും ചപ്പാത്തിയും വെള്ളയപ്പമൊക്കെ ആയതുകൊണ്ട് പിന്നെ 4 മണിക്ക് അത്രയും കാര്യമായി ഹെവി ആയിട്ട് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വൈകുന്നേരം വിശക്കില്ല. അപ്പോൾ അതുകൊണ്ട് 4 മണിക്ക് ചായ കുടിക്കും. എന്തെങ്കിലും ഒന്ന് നിസ്സാരമായിട്ട് എന്തെങ്കിലും കഴിക്കും. അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഈ യെല്ലോ ബോക്സാണ് ഞങ്ങളുടെ സ്നാക്ക് ബോക്സ്. അപ്പോൾ അതിലാണ് ഞങ്ങൾ മിച്ചറും ബിസ്ക്കറ്റും ഒക്കെ ഇട്ട് വെക്കുന്ന കൊട്ടയാണത്. അപ്പോൾ 4 മണിക്ക് ചായ കുടിക്കാനിരിക്കുമ്പോൾ ചായയും കൊണ്ടുവന്ന് വെക്കും, ഈ ഒരു ബാസ്ക്കറ്റും കൊണ്ടുവന്ന് വെക്കും. എന്നിട്ട് അതിൽ നിന്ന് എന്താണെന്ന് വെച്ചാൽ ആവശ്യമുള്ളത് എടുത്ത് കഴിക്കും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വട്ടയപ്പം മേടിച്ചു. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വട്ടയപ്പമായിരുന്നു. അപ്പോൾ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ ഒരു ദിവസത്തെ എൻ്റെ ഇതുവരെയുള്ള കാര്യങ്ങൾ. ഇനി എൻ്റെ ദിവസം തീർന്നിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ ദേ ചായ കുടിച്ച പാത്രങ്ങൾ കഴുകണം. അത് കഴിഞ്ഞ് മക്കളെ പഠിപ്പിക്കാനിരുത്തുമ്പോൾ മോനെയാണ് മെയിനായിട്ട് പഠിപ്പിക്കാനിരുത്തുക. അപ്പോൾ ഞാൻ പിന്നെ വേറെ എവിടേക്കും പോവില്ല, അവൻ്റെ കൂടെ തന്നെ ഇരിക്കും. പിന്നെ അത് കഴിഞ്ഞ് ഇനി വെള്ളയപ്പം ഉണ്ടാക്കണം, വെള്ളയപ്പം കഴിക്കണം. അത് കഴിഞ്ഞ് അതിൻ്റെ പാത്രങ്ങൾ കഴുകണം. പിന്നെ നാളത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് കിച്ചൺ ക്ലീനൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസവും ഇവിടെ അവസാനിക്കും. ബിസി ആയിരിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് എപ്പോഴും കൂടുതൽ നല്ലതും. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്തൊരു വീഡിയോയും പെട്ടെന്ന് കാണാം. സീ യു സൂൺ. ബൈ ബൈ.